ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ സമയം 3:20 ആയിട്ടുണ്ട്. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ദേ ഏകദേശം 4:30 ആയപ്പം നമ്മളൊരു 25 കിലോമീറ്ററും കവർ ചെയ്തിട്ട് പാല എത്തി കേട്ടോ. പാല ഫേമസ് കുരിശുപള്ളിയുടെ ഫ്രണ്ടിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈരാറ്റുപേട്ട റൂട്ടിൽ കയറും കേട്ടോ. അപ്പോൾ സ്ഥലം ദേ ഈരാറ്റുപേട്ട എത്തുന്നു. നമ്മൾ നയ്യാര പമ്പിൽ കയറി കുറച്ച് വെള്ളം ഫില്ല് ചെയ്താൽ കേട്ടോ. കാരണം ഒറ്റ ബോട്ടിലായിട്ടാണ് വന്നേക്കുന്നത്. സോ ഇന്ന് കുറച്ച് ക്ലൈംബൊക്കെ ചെയ്യാവുന്നുണ്ട്. വെള്ളം നിറച്ചാട്ടോ. അപ്പോൾ ഏകദേശം 40 കിലോമീറ്റർ കഴിഞ്ഞ് ഈരാറ്റുപേട്ട എത്തി. ഒരു ചെറിയ ടീ ബ്രേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ തീക്കോ എത്തി കേട്ടോ. ഇവിടുന്ന് നേരെ പോയ വാഗമണ്ണും ലെഫ്റ്റ് പോയ നമ്മുടെ ഇല്ലിക്കക്കല്ലും കേട്ടോ. നമ്മളിത് ലെഫ്റ്റ് എടുത്തു. ഹേ വാട്സപ്പ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ദേ നമ്മുടെ ഇല്ലിക്കക്കൽ റൈഡാട്ടോ. ഇല്ലിക്കക്കലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലൈംബൊക്കെ ഏകദേശം തീർന്നു. ഇനിയൊരു 1.5 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡ് തന്നെയാണ്. പക്ഷേ ഒരു 100 കിലോമീറ്റർ റൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നല്ലൊരു ക്ലൈംബൊക്കെ വരുന്നുണ്ട്. ഏകദേശം നല്ല രീതിയിൽ എലിവേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 3:15 കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ വെളുപ്പിനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 10 മണി ആ ഒരു സമയത്തിന് തിരിച്ചെത്താം എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ്. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഈ റൂട്ടിൽ കഴിഞ്ഞ തവണ ഹൈബ്രിഡിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് വന്ന സമയത്ത് ഈ ഒരു റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ഏകദേശം ആ ഒരു സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് വന്ന് നമ്മൾ വണ്ടിയൊക്കെ മേളിൽ വെച്ചിട്ട് ഒരു ചെറിയ ഹൈക്കിംഗ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ റൈഡിൽ അങ്ങനത്തെ പ്ലാൻസ് ഒന്നുമില്ല. ജസ്റ്റ് റൈഡ് ചെയ്ത് മേളിൽ ചെല്ലുന്നു, 2 സ്നാപ്പൊക്കെ എടുക്കുന്നു, നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ യെസ്, ബാക്കി ക്ലൈംബിലേക്ക്. ഓടിക്കോ. അവനിവിടെ നടുക്ക് കിടന്നതാണ് ഗൈസ്. എന്നെ കണ്ടപ്പോൾ ഓടിയ കേട്ടോ. ആൻഡ് ഫൈനലി വി റീച്ച് ദ ടോപ്പ്. വണ്ടി അവിടെ വെച്ച് കേട്ടോ, കുറച്ച് തണലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ നടന്ന് മേളിലേക്ക് പോണേ.
അപ്പോൾ 2 ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ രണ്ടൊക്കെ മേളിലുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മേളിലേക്കൊന്നും പോകണില്ല കേട്ടോ. കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ പോയതാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഹൈക്കിംഗ് വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഇവിടെ കൊടുത്തേക്കാം. ഇതാ സമയം 7:30 ആയതേ ഉള്ളൂ. നല്ല വെയിലാട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ചൂടില്ലാത്ത വെയിലാണ്. ഹ്യൂമിഡിറ്റിയുടെ ഡിഫറൻസ്, പിന്നെ അതെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഇൻട്രോ എടുത്ത ആ ഒരു സൈഡാട്ടോ. അവിടെ നോക്കുകയാണെങ്കിൽ ചെറിയ കോടയൊക്കെ കാണാം. കുറച്ചുകൂടെ നേരത്തേക്ക് വന്നിരുന്നെങ്കിൽ ഒരു 6-6:30 സമയമൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ മൊത്തം നമുക്കൊരു കോട കാണാം കേട്ടോ. ക്ലൗഡ് ബെഡ്സ് ഒന്നുമില്ല ഇന്ന്. തലേദിവസം നല്ല മഴയൊക്കെ ഉള്ള ദിവസം ഉറപ്പായിട്ടും ക്ലൗഡ് ബെഡൊക്കെ കാണാം. അതുപോലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഉച്ചകഴിഞ്ഞ് മഴ പെയ്താൽ നല്ല ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുന്നൊരു ലൊക്കേഷൻ കേട്ടോ. അതുകൊണ്ട് കാണുന്നതാണ് ഈരാറ്റുപേട്ട ടൗൺ ആട്ടോ അവിടെ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അത് നമ്മുടെ അതിൻ്റെ അപ്പുറം നമ്മുടെ പുള്ളിക്കാന സൈഡൊക്കെയാണ്, വാഗമൺ റേഞ്ചൊക്കെ. അപ്പോൾ നമ്മൾ ഇത്രയൊരു ക്ലൈമ്പൊക്കെ കയറി വന്നിട്ട് ഇതാ ഈ ഒരു വ്യൂ കാണുമ്പോഴാണ് നമ്മൾ ചെയ്ത ക്ലൈമ്പൊക്കെ വർത്താന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ദേ ഓൺ ദ വേ ബാക്ക് തിരിച്ചിറങ്ങും കേട്ടോ. അപ്പം നല്ല ഗ്രേഡുള്ള ഇറക്കങ്ങളും അതുപോലെ വഴി അത്ര നല്ലതല്ല കേട്ടോ. ബമ്പി റോഡ്സാണ്. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിർത്തിയില്ല. അപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ ഒന്ന് ഷൗട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. അപ്പം മേളിലെ ഫൈനൽ ഹെയർ പിന്നേക്കാളും ഒരു കുറച്ചുകൂടെ വ്യൂ കിട്ടുന്ന ഇവിടെ കേട്ടോ. ഇവിടെ ആകുമ്പോഴത്തേനും നമുക്ക് ആ 2 സൈഡും, അതായത് ഒരു 180 ഡിഗ്രിയിൽ വ്യൂ ഉണ്ട് കേട്ടോ. മേളിൽ അത്ര ഒരു വ്യൂ കിട്ടത്തില്ല. ഇത് ഫുള്ള് നമ്മുടെ കാട്ടുകാരാണ്, പക്ഷെ എന്നാലും കാണാൻ ഒരു രസമൊക്കെ ഉണ്ടല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലുണ്ട്, പക്ഷെ അത്ര ചൂടില്ല. ചെറിയൊരു തണുപ്പും ഒരു കാറ്റും ഒക്കെ ആയിട്ട് നൈസൊരു വൈബാട്ടോ. എന്താണേലും നമ്മളധികം നേരം സ്പെൻഡ് ചെയ്യുന്നില്ല, തിരിച്ചിറങ്ങിയേക്കാം. ഇവിടെ ചെറുതായിട്ട് മണ്ണിടിഞ്ഞ കേട്ടോ. എനിക്കൊന്ന് മിക്ക സമയത്തും ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ മണ്ണിടിയാറുണ്ട് കേട്ടോ. ഇതൊക്കെ നേരത്തെ മണ്ണിടിഞ്ഞതാണ്. നമ്മൾ ഓരോ തവണ വരുമ്പോഴും കാണാം കേട്ടോ. ഇത് ഇടയ്ക്ക് ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് പണിത് വെച്ചേക്കുന്നത്, കോൺക്രീറ്റ് ആയിട്ട്. ഇത് കണ്ടോ, ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണേലും ഇതൊക്കെ ചെറുതായിട്ട് മണ്ണിടിഞ്ഞ് കിടക്കണം കേട്ടോ.